കഴിഞ്ഞ ഭാഗത്തിൽ അവൻ്റെ അനുജത്തെ അക്ഷി ഇല്ലാതാക്കാൻ നോക്കി. പക്ഷെ അത് കഴിഞ്ഞില്ല. ബാക്കി എന്താണ് നടന്നതെന്ന് നോക്കാം. അനിയത്തിയുടെ മേത്തേക്ക് ആ യക്ഷി കയറി. എൻ്റെ അനിയത്തിയുടെ രൂപത്തിലാണ് ആ യക്ഷി നടക്കുന്നത്. ആ യക്ഷി എൻ്റെ ചേട്ടൻ കൊന്നു. അതിൽ യക്ഷിയുടെ കൂടെ എൻ്റെ അനിയത്തിയും മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചേട്ടാ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് പറയുന്നില്ല. എന്താണ് നിന്റെ? ആ യക്ഷി അനിയത്തിയുടെ രൂപത്തിലാണ് നടന്നത്. ചേട്ടൻ ആ യക്ഷിയെ കൊന്നപ്പോൾ അവളും മരിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് വരാം. ആ യക്ഷി അവിടെ തന്നെ കിടപ്പുണ്ട്. അവൾ അങ്ങോട്ടും പോയിട്ടുണ്ട്. അവൾ മരിച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. അവളിൽ നിന്ന് നമ്മുടെ അനിയത്തിയെ നമുക്ക് കൊണ്ടുപോകാം. ഞാൻ പോയി കൊണ്ടുപോകാം. എടി മോളെ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ചേട്ടാ ഇവൾ ജീവനോടെ ഉണ്ടോ? അതേ മോളെ, ഇവൾ അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞു. മോളെ, എനിക്ക് നീ സഹായം ചെയ്തു തന്നെ. എനിക്ക് എൻ്റെ ശരീരത്തിലേക്ക് തന്നെ കയറണം. എന്നിട്ട് നമുക്ക് സുഖമായി നമുക്ക് പഴയതുപോലെ തന്നെ ജീവിക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. മോളെ, നീ ഒരു മന്ത്രവാദിയെ വിളിച്ച് എൻ്റെ ശരീരത്തേക്ക് എന്നെ കയറ്റുക. നീ എനിക്ക് സത്യം ചെയ്യും. ചേട്ടാ സത്യമായിട്ട് ഞാനൊരു മന്ത്രവാദിനിയെ കൊണ്ടുവന്നിട്ട് ചേട്ടൻ്റെ രൂപത്തിലേക്ക് ആക്കാം. സത്യം ചെയ്യും. ഹലോ ദിവാകരൻ ചേട്ടാ, ഒരു മന്ത്രവാദിനിയെ കിട്ടുമെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരണേ. നിങ്ങളാണോ എന്നെ ഒരു ബാധനം കണ്ട് ഇതാക്കണ ശരീരത്തേക്ക് കണ്ട് കയറ്റാൻ വേണ്ടി വിളിച്ചത് അല്ലേ? കിട്ടിയതോ? ഞാൻ തന്നെയാ വിളിച്ചേ. അവളുടെ പേര് പറയൂ. ജുവൽ. പരിഹാരമുണ്ട്. ആളുടെ ശരീരത്തെ ഇവിടെ വെക്കുക. അയാളുടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. കട്ടു. ആളെ വിളിക്കൂ. നോക്കട്ടെ. നിങ്ങളുടെ ശരീരം ഇവിടെ കൊണ്ടുപോയി വെക്കുക. കട്ടു. തിരുമേനി, ഇതാണ് തിരുമേനി എൻ്റെ ശരീരം. കട്ട്. പ്രഭു സത്യം എനിക്ക് ജീവൻ കിട്ടിയ നന്ദിയുണ്ട് തിരുമേനി. എനിക്ക് ജീവൻ തന്നെയാണ്. നന്ദിയുണ്ട് മന്ത്രവാദി. മോളെ, നിനക്ക് സുഖമല്ലേ? നമ്മുടെ അനിയത്തി സുഖമായിരിക്കുന്നു. അതെ ചേട്ടാ, ഇപ്പൊ നമ്മുടെ അനിയത്തിക്ക് ഒരു കുഴപ്പവുമില്ല.